ഇതാരെണ്ണ? മൊബൈലും സ്വിച്ച് ഓഫ് ആക്കി വെച്ച് ഇവിടെ വന്നിരിക്കുവന്നു. എന്റെ അണ്ണ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്ന അണ്ണനെ. എന്ത് കാറ്റുള്ള വന്നിരിക്കുന്ന? ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ടെസ്റ്റുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. എനിക്കെന്നെ പിടിയിട്ടില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും. എന്തെണ്ണ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം പറ. എന്തുപറ്റി? തനിക്കറിയാലോ എനിക്ക് 2 ചേട്ടന്മാരാണുള്ളതെന്ന്. ഞങ്ങൾ മൊത്തം 3 പേര്, അച്ഛനും അമ്മയ്ക്ക്. 2-3 വർഷത്തിന് മുമ്പ് ഒരു ചേട്ടൻ ഒരു കാരണമില്ലാതെ തെറ്റി. പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. ഒരു 2 മിനിറ്റ് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പം തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല. 3 വർഷത്തിന് മുമ്പ് ചേട്ടൻ മോളെ കല്യാണം നടന്നു. അന്ന് ഞാൻ വേറൊരു അവസ്ഥയിലായിരുന്നു ഫിനാൻഷ്യലി. എൻ്റെ വീട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നു. ഞാൻ അതിൻ്റെ പുറകെയുള്ള എൻ്റെ കുടുംബത്തിനെ, എൻ്റെ വീടിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ അവിടെ ആ സമയത്തായിരുന്നു അവിടെ എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണം. എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തോന്നുന്നു അവർക്ക്. അവരെന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. മറ്റുള്ളവർ പറയുമ്പോൾ എൻ്റെ കൂടെ ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. ആ പുള്ളി പറഞ്ഞൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരും ഒത്തുതീർപ്പിന് വന്നില്ല. എനിക്കറിയില്ല എന്ത് പറ്റിയത്. അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ കാത്തിരുന്നു, എല്ലാം ഒരുമിക്കും എന്ന്. ഞങ്ങൾ 3 പേര് അത്ര സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്നവരാണ്. പക്ഷെ എനിക്കറിയില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സഹോദര ബന്ധങ്ങൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് മാത്രമേ കാണുള്ളൂ എന്നാണ്. അച്ഛനമ്മയും മരിച്ചു. ഇപ്പൊ ഇതാ സഹോദരങ്ങൾക്ക് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. അത്രയ്ക്കായിരുന്നു ഞങ്ങൾ ഒരു ഐക്യത്തോടെ ജീവിച്ചിരുന്നത്. ഇപ്പോ 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ 2 പേരെയും ഫാമിലി അറിയാവുന്ന ഒരാള് വഴിക്ക് വെച്ച് ആവശ്യം പറ്റി കാണാനിടയായി. അതേ വിശേഷങ്ങളെ ചോദിച്ചിട്ട് മറ്റന്നാ നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് ഓഡിറ്റോറിയം? ഇപ്പൊ ഇയാളുടെ ചേട്ടന്റെ മോന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്ത് ഏത് ഓഡിറ്റോറിയം ഞാൻ പറഞ്ഞിരുന്നു. എനിക്കത് താങ്ങാൻ പറ്റില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷം എനിക്കറിയില്ല. അത് ഞാൻ എടുത്തോണ്ട് നടന്നത് കുട്ടി, അവന്റെ എൻഗേജ്മെന്റ് ഞാൻ അറിയുന്നില്ല. ഞാൻ ആരുമല്ലാത്തൊരവസ്ഥ. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം ഒന്നും മിണ്ടാതെ ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി. പക്ഷെ ഞാൻ ആരുമല്ലാത്തതായി എന്നെ അത്രമാത്രം അത് വേർത്തു. എന്റെ മൂത്ത ചേട്ടനെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നു. അദ്ദേഹവും അറിയിച്ചില്ല. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്. അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം സുഖമില്ല കിടപ്പിലാണെന്ന് പറഞ്ഞാൽ ഈ സംഭവ ദിവസം അന്ന് വൈകിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് വിഷമത്തോടെ. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സംഭവമാണ്. ഒരു വല്ലാത്ത വിഷമം അദ്ദേഹത്തിനുണ്ട്. എന്നെ കുറെ നേരം ചേർത്ത് പിടിച്ചിരുത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം
കുറെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, വിഷമിക്കരുത്. എനിക്ക് പറയാമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് പറഞ്ഞത്, വിഷമിക്കൂല എന്നൊക്കെ കുറെ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞു, സ്വാഭാവികമായിട്ടും അവര് ഒരുമിച്ചും നീ ഒറ്റപ്പെട്ട് നിൽക്കണം, അങ്ങനെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാ? ഞങ്ങൾ 3 അച്ഛനമ്മയ്ക്ക് 3 മക്കളല്ലേ? അദ്ദേഹം പറയുന്നു, എന്റെ കൈ ചേർത്ത് പിടിച്ചു വെച്ചിട്ട് പറയേ, എന്റെ അമ്മ എന്നെ പ്രസവിക്കാൻ കിടന്നപ്പോ, പ്രസവിച്ച സമയത്ത് ഞാൻ ചാവിള്ളയായിരുന്നു. അമ്മ പ്രസവിച്ച കുട്ടി, അമ്മയുടെ അടുത്ത് പ്രസവിക്കാൻ കിടന്ന ഒരു അനാഥ സ്ത്രീ, ആ കുട്ടി പ്രസവിച്ചത് ആ സ്ത്രീ മരിച്ചു. ആരുമില്ലാത്ത നിന്നപ്പോ അവിടെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് അച്ഛൻ്റെ 1-2 സുഹൃത്തുക്കൾ കൂടി ആലോചിച്ചിട്ട് ആ കുട്ടിയെ ഏറ്റെടുക്കാന്ന് വിചാരിച്ചു. അമ്മ പോലും അറിയാതെ ആ കുട്ടിയെ ഏറ്റെടുത്തു. അമ്മ പ്രസവിച്ചാണെന്ന് എഴുതിയിട്ട് വളർത്തി. എനിക്കതൊക്കെ ആലോചിക്കുമ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ മനസ്സിലായി, അവര് ഒരുമിച്ച് നിൽക്കുന്നത് യാദൃച്ഛികത കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. എനിക്കൊന്നും മിണ്ടാൻ പറ്റാതായിപ്പോ. എനിക്കിപ്പോ ആരോടൊന്നും തോന്നില്ല. എന്നെ ഇത്രയും വളർത്തി വലുതാക്കി എന്റെ അച്ഛനും അമ്മയും എന്റെ ആരും അല്ല എന്ന് പറയുമ്പോ ഉള്ള രീതിയില്ലേ, ഞാനൊന്നും അറിയാൻ പാടില്ലായിരുന്നു. വെറുതെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയങ്ങള് മനസ്സിൽ കിടന്ന് ഉണ്ടാക്കി ഇത്രയും വലുതായി. ഒന്നും വേണ്ടായിരുന്നു. ജനിച്ച അച്ഛനായിരുന്നു അറിഞ്ഞൂടാ, ഏതോ അനാഥ സ്ത്രീ പിറന്നു ഞാൻ. ഈ 2 പേരുടെയും മകനായിട്ട് ജനിച്ചു. 2 ചേട്ടന്മാരുടെ അനിയനായി വളർന്നു. എനിക്കിപ്പോ അവരെ ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം സ്വന്തം അനിയനല്ലല്ലോ അവരുടെ. യാദൃച്ഛികത കൊണ്ടാണ് അവര് എന്നെ അകറ്റുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുമെന്ന് ഈശ്വരന്റെ വിധിയായിരിക്കാം, ഈശ്വര നിശ്ചയമായിരിക്കാം. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. എല്ലാരും ഇങ്ങനെ നീ എന്ന് പറയണമെന്ന് അറിഞ്ഞു. മനസ്സിൽ അത്ര താങ്ങാൻ പറ്റാത്തൊരു വീട്ടിലിരുന്ന് അവരെല്ലാരും അറിയുന്ന വെച്ചാൽ ഒറ്റ ഇവിടെ വന്ന് ഇരുന്നതാണ്. വല്ലാത്തൊരു ജന്മമായിപ്പോയില്ല. ഞാൻ ആരാണോ ഞാൻ കൊണ്ട് പോന്നിരുന്ന കൂടെ എനിക്ക് പറ്റുന്നില്ല. ടെൻഷനാകാതെ ശേ. കണ്ടില്ലേ, ജീവിതത്തിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ടതായ ചെറിയ ചെറിയ വിഷയങ്ങൾ, അതിനെ ഊതിപ്പെരുപ്പിച്ച് വലിയ വലിയ വിഷയങ്ങളാക്കി അവസാനം ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക്, ഇത്രയും ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഈശ്വരൻ തന്നിരിക്കുന്ന നൈമിഷികമായ ഈ ചെറിയ ജീവിതം, അത് സ്നേഹിച്ചും സന്തോഷിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സൗഹൃദങ്ങൾ പങ്കിട്ടുമൊക്കെ അല്ലെങ്കിൽ സാഹോദര്യങ്ങൾ പങ്കിട്ടുമൊക്കെ ജീവിക്കേണ്ടതായ ഈ ജീവിതം, അതിനെ വെറുതെ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ നശിപ്പിച്ചു കളയുന്ന വെറും മണ്ടന്മാരാണ് നമ്മളൊക്കെ. എന്ത് കഷ്ടമാണെന്ന് നോക്കണം. ജീവിതം വൃഥാവാക്കി കളയാതെ ഉള്ള സമയം സന്തോഷത്തോടുകൂടി ജീവിക്കുക. നിങ്ങളും അതുതന്നെയല്ലേ ചെയ്യേണ്ടത്?